ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. പഴശ്ശി കനാൽ തുരങ്കഭിത്തിയിൽ ചോർച്ച കണ്ടെത്തിയ സംഭവത്തിൽ UDF സംഘം സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു കൊണ്ടുവരുമെന്ന് നേതാക്കൾ പറഞ്ഞു. അടുത്തിടെ തുരങ്കഭിത്തിയിൽ 14 ഇടങ്ങളിലാണ് ചോർച്ച കണ്ടെത്തിയത്. നിർമ്മാണം നടത്തി 2 വർഷത്തിനുള്ളിൽ ചോർച്ചയുണ്ടായ കാരയിലെ പഴശ്ശി കനാൽ തുരങ്കമാണ് UDF നേതാക്കൾ സന്ദർശിച്ചത്. നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കണ്ടു, ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മളിത് കാണുവാൻ വേണ്ടി സാധിച്ചു. കനാലിൻ്റെ അകത്തെല്ലാം പണി നടന്നത് വൻ അഴിമതി എന്ന് പറഞ്ഞാൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ അഴിമതി ജനങ്ങളുടെ സഹായത്തോടു കൂടി ജനങ്ങളുടെ കനാലിൽ വെള്ളം വിട്ട സമയത്ത് നാട്ടുകാർ വെറുതെ സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് നാട്ടുകാരാണ് ഇതിൻ്റെ ചോർച്ച കണ്ടെത്തുകയും അതിനെതിരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായി നാട്ടുകാരും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ആളുകളും പോകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് UDFൻ്റെ സംഘം എന്ന രീതിയിൽ ഗവൺമെൻറ് തലത്തിലും അതുപോലെ തന്നെ വിജിലൻസിനടക്കം പരാതി കൊടുത്തുകൊണ്ട് ഈ അഴിമതിയുടെ കൊള്ള ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടി മട്ടന്നൂരിലെ UDF സംവിധാനം രംഗത്തിറങ്ങി മുന്നോട്ട് പോകും. വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്, വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നാട്ടുകാരൊപ്പം നിന്ന് അവർക്ക് വേണ്ടുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ മട്ടന്നൂരിലെ UDF പ്രതിജ്ഞാബദ്ധമാണ്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു. പ്രളയത്തിൽ തകർന്ന കാരയിലെ മെയിൻ കനാലും റോഡും 5 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പുതുക്കി പണിതത്. നിർമ്മാണം നടത്തി 2 വർഷം തികയുന്നതിനിടെയാണ് കനാലിന്റെ തുരങ്കത്തിൽ വ്യാപകമായി ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ തുടർന്ന് നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധമുയർത്തിയിരുന്നു. AK രാജേഷ്, VN മുഹമ്മദ്, P രാഘവൻ, KV ജയചന്ദ്രൻ, K മനീഷ്, ഷബീർ എടയന്നൂർ, സുരേഷ് ബാബു, MK കുഞ്ഞിക്കണ്ണൻ, ജലീൽ എളമ്പാറ തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.